അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയപ്പോഴാണ് ഗൈസ് ആ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്ന് കണ്ടത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും വലിയ ഷെയർ കൈയടക്കി വെച്ചിരിക്കുന്ന ഇന്റലിനേക്കാളും മൈക്രോസോഫ്റ്റിനേക്കാളും ഈവൻ ദോ ആപ്പിളിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു കമ്പനിയുണ്ട്, എൻവിഡിയ. എന്നാൽ ഇന്ന് ഞാൻ കണ്ട വാർത്ത $593 ബില്യൺ ഡ്രോപ്പിൽ എൻവിഡിയ താഴത്തോട്ട് കുതിച്ചിരിക്കുകയാണ്. വാൾ സ്ട്രീറ്റ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ലാർജസ്റ്റ് ലോസ് ആണ് ഈ സംഭവിച്ചിരിക്കുന്നത്. മൈക്രോസോഫ്റ്റിന് നഷ്ടം വന്നിരിക്കുന്നത് 2.1%, ഗൂഗിളിന്റെ പേരന്റൽ കമ്പനിയായ ആൽഫബറ്റിന് നഷ്ടം വന്നിരിക്കുന്നത് 4.2%. ഇതിനൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ചൈന ഡെവലപ്പ് ചെയ്ത ഡീപ് സീക്ക് എന്ന AI മോഡലാണ്. ഡീപ് സീക്ക് മാർക്കറ്റിലേക്ക് വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിരിക്കുന്നത് AI മോഡൽസിനാണ്. അതിലൊന്നാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് അറിയുന്നതുമായ OpenAIയിൽ വരുന്ന ChatGPT. ആ ബാധിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ChatGPT നിർമ്മിക്കാൻ ആവശ്യമായി വന്ന എക്സ്പെൻസിന് 100% മാത്രമാണ് ഈ ഡീപ് സീക്കിന് വന്നിട്ടുള്ളത്. അത് ഈ AI മാർക്കറ്റിനെ മൊത്തമായി ഒന്നിളക്കിയിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, OpenAI, മൈക്രോസോഫ്റ്റ് ആൻഡ് മെറ്റ ഇപ്പോഴും ബില്യൺസ് ആണ് അവരുടെ AI ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഡീപ് സീക്ക് വെറും ഇവർ ചെലവാക്കുന്നതിന്റെ 100% ഇത്രയും ബെറ്റർ ആൻഡ് പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു AI മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ബാക്കി നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും ബെറ്റർ ആയിട്ടുള്ള, അതും ഇത്ര ചെറിയ ചെലവ് ഒരു AI മോഡൽ വരുമ്പോൾ ബാക്കി നിലവിലുള്ള എല്ലാ AI മോഡൽസിന്റെയും AI ഡെവലപ്ഡ് ചിപ്സിന്റെയും പ്രൈസസ് ആൻഡ് വാല്യൂ കംപ്ലീറ്റ്ലി ഇടിയും. അപ്പോൾ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഡീപ് സീക്ക് V3 മോഡൽ കംപ്ലീറ്റ്ലി ട്രെയിൻ ചെയ്തിരിക്കുന്നത് എൻവിഡിയയുടെ ഓൾഡർ ചിപ്സെറ്റ് വെച്ചിട്ട്. ഇപ്പോൾ നിലവിൽ എൻവിഡിയയുടെ 5th ജനറേഷൻ മോഡൽ GPUs വരെ നിലവിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവർക്ക് ഇത്രയും ബെറ്റർ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു AI മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ ഇതുവരെ പറ്റില്ല. ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. സോ അതും ഇതിനൊരു റീസൺ ആണ് ഈ മാർക്കറ്റിൽ ഇത്ര ഇടിവ് വരാൻ. അപ്പോൾ ഈ ഡീപ് സീക്കിന്റെ വരവോടുകൂടി ഗ്ലോബലി AI പ്രൈസസ്, AI റിലേറ്റഡ് പ്രൊഡക്ട്സ് വരുന്ന എല്ലാത്തിന്റെയും പ്രൈസ് കംപ്ലീറ്റ്ലി ഇടിഞ്ഞിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ടെക്നിക്കൽ ഡിവൈസസിന്റെ ഒക്കെ പ്രൈസ് കുറയാൻ നല്ല രീതിയിലുള്ള സാധ്യത. സോ ഇത് നമ്മുടെ ഭാവിയിലേക്ക് വേണ്ട നല്ലൊരു ചുവടുവെപ്പായി നമുക്ക് കാണാം. ആൻഡ് ഓൾസോ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി.